കുറേ നാളായി ഇതുപോലെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പാടേ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ്ലി ബെഡിൽ നിന്ന് എണീറ്റിരുന്നു, മൊബൈലെടുത്തു, വീഡിയോ ഓണാക്കി. അപ്പോൾ നമ്മളിന്ന് പോകേണ്ടത് മേമയുടെ കൂടെയാണ്. സോ നമുക്ക് റെഡി ആവണം. ഞാൻ കുറേ നാളേക്ക് ശേഷമാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ വന്ന് എനിക്ക് ടൈമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതും ദുബായിലേക്ക് പോയതായിരുന്നു. ആൻഡ് നമ്മൾ റെഡിയായി മേമയുടെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ മേമയുടെ അവിടെ നിന്നാണ് അമ്മമ്മയുടെ അവിടേക്ക് പോകുന്നത്. അവർ വരുന്നില്ല, അവർ ഡയറക്റ്റ്ലി പാലക്കാടിലേക്കാണ് പോകുന്നത്. ഞാൻ മാത്രമാണ് ഇടയിൽ വെച്ച് ഞാൻ ഇറങ്ങും. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറയെ മാങ്ങപ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മാങ്ങപ്പഴമൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് അമ്മമ്മയെ കാണാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് ദുബായ് വ്ളോഗ്സ് വരാത്തെന്നുള്ള അതിൻ്റെ കാരണവും ഞാൻ പിന്നീടൊരു വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അച്ചുണ്ട് കൂടെ. അപ്പു ഇല്ല. അപ്പു 2 ദിവസം മുമ്പ് അമ്മമ്മയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അവർ പാലക്കാടിൽ പോയി, ഞാൻ അവിടെ എത്തി. അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ വീട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണിക്കുന്നത്. ഇവിടെ എൻ്റെ കുട്ടിക്കാലത്ത് മിക്ക ദിവസങ്ങളും ഞാൻ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ചെറുപ്പം മുതലൊരു 8th വരെയൊക്കെ ഞാൻ ഇവിടെ ഇരുന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഇതിന് അടുത്താണ്, വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ഇതാണ് വീട്, പരിസരവും. ഇവിടുത്തെ കുറച്ച് റെനോവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ കാണുന്ന ആ ടൈൽസ് ഉണ്ട്, താഴെ സ്റ്റെപ്സിലൊക്കെ ഉള്ള അതൊക്കെ റിനോവേറ്റ് ചെയ്തതാണ് പുതിയതായിട്ട്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരുമില്ല. ഇതിന് മുമ്പ് മേമയും കുട്ടികളും ഉണ്ടായിരുന്നു. വേറെ മേമ. എൻ്റെ അമ്മയ്ക്ക് 4 അനിയത്തിമാരാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നൊരു വ്ളോഗിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഡ്രോയിങ് റൂമിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഒരു സെറ്റ് ഇപ്പുറത്തിട്ടുണ്ട്, 2 ചെയറുണ്ട്. പിന്നെ ഇവിടെ ഫുൾ പൂജ റൂമായിട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഈ ഒരു പോർഷനിൽ മൊത്തം ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് തിരിവെക്കാറുള്ളത്. ഏരിയയിലുള്ള കുറേ ഫോട്ടോസും പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം, ഈ മുരുകൻ്റെ വിഗ്രഹമൊക്കെ ഒരുപാട് പഴക്കമുള്ള വിഗ്രഹമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു വിഗ്രഹമാണ് ഈ കൃഷ്ണൻ്റെ. 52 വർഷത്തിന് മുകളിലായി ഈ കൃഷ്ണൻ ഇവിടെ എത്തിയിട്ട്. അച്ഛൻ പണ്ട് ഇൻകം ടാക്സിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ കൃഷ്ണനെ വാങ്ങിയിട്ട് വന്നത്. അന്ന് ഇതിൻ്റെ വില 9 രൂപയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ 9 രൂപ കൊടുത്തിട്ടാണ് കൃഷ്ണൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എന്നും മുടങ്ങാതെ അമ്മമ്മ പൂവൊക്കെ വെച്ച് എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എൻ്റെ പ്രൈസസാണ്. ഞാൻ ഇവിടെ ഇരുന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസസാണത് മൊത്തം. ഒന്നും ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല, എല്ലാം ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഇപ്പോൾ വൃത്തിയൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. കാരണം ഇതിൻ്റെ നേരത്തെ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഉണ്ടായിരുന്നു. ആകെ മൊത്തം മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ആ റൂമിൽ നിന്ന് നേരെ വരുന്നത് ഒരു ചെറിയ സ്പേസിലേക്കാണ്. ആ സ്പേസ് സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്നത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് എല്ലാം ഫിൽഡായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. കാരണം ഇവിടുത്തെ മക്കളെല്ലാവരും ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് ആദ്യമായിട്ട് വീട്ടിൽ കയറി കൊണ്ടുവന്നത് കിടക്കുന്നതും അവർ വളർന്നു വരുന്നതും എല്ലാം ഈ റൂമിൽ നിന്നാണ്. ഞാൻ ഉൾപ്പെടെ എൻ്റെ അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും ആദ്യമായിട്ട് വന്ന് കിടന്നത് ഈ റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ചെറിയ ഡ്രസ്സസും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ഇവിടെ 1-2 ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആൻഡ് മെമ്മറീസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊരു പഴയ അലമാറയാണ്. ഇത് ആദ്യം കിച്ചണിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കിച്ചൺ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ യൂസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനുള്ളിൽ പഴയ പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അലമാരയാണ്. ആൻഡ് ഇത് വേറൊരു സ്റ്റോറേജ് സ്പേസാണ്. വാളിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് കേട്ടോ. ഇതിലായിരുന്നു ഞങ്ങളെല്ലാ ഡ്രസ്സസും എല്ലാം അടക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും ഇവിടെ ഇരിക്കാനായിട്ട് വരുന്നില്ല. അച്ഛനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. അതെല്ലാം കവറിലാക്കി വെച്ചിരിക്കുകയാണ്. താഴെ ചെറിയൊരു സ്പേസ് കൂടെ ഉണ്ട്, അത് പൂട്ടി വെച്ചിരിക്കുക, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പഴയ വീടായതുകൊണ്ട് ആണ് ഈ വാൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്നും അധികം വീടൊന്നും കാണുന്നില്ല ഈ രീതിയിലുള്ള. ഇപ്പോൾ മോഡുലാർ സ്റ്റോറേജ് ഒക്കെ ആണല്ലോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ്. ഇത് മച്ച് വീടാണ് കേട്ടോ.
മച്ചെന്ന് പറഞ്ഞാൽ ഓടുണ്ട്, അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ ഒരു സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ടാവും. മച്ച് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ ഇത് ഓടാണ്. ഇവിടെ ഭയങ്കര ചൂടെടുക്കും കേട്ടോ, നല്ല ചൂടാണ് ഇവിടെ. ജനാല വെൻറ്റിലേഷനായിട്ട് ചെറിയൊരു ജനലാണ് ഈ കാണുന്ന ജനലും, ഇതിന് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ഒരു ജനലും, അത് മാത്രമേ ഉള്ളൂ. അത് കാരണം അധികം കാറ്റൊന്നും വരില്ല, ഭയങ്കര ചൂടായിരിക്കും. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഇത് താഴെ ഒരു ബ്ലോക്ക് പോലത്തെ ഒരു സംഭവം, അതെന്താ എനിക്ക് പേര് മറന്നുപോയി. അങ്ങനത്തെ ഒരു സംഭവമാണ് താഴെ ഇങ്ങനെ ഫ്ലോറിൽ വരുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു ചെറിയ സ്പേസിലേക്കാണ്. ഇവിടെ നിവർന്ന് നിൽക്കാനൊന്നും പറ്റില്ല, അത്രയേ ഉള്ളൂ സ്പേസ്, ഹൈറ്റില്ല. ഇവിടെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പഴയ ബുക്സും കാര്യങ്ങളും, പിന്നെ പേപ്പേഴ്സ്, ചൂല്, അതുപോലെ പാത്രങ്ങൾ, നെല്ലൊക്കെ നമ്മൾ കൃഷിയുണ്ടല്ലോ, നെല്ല് കൃഷിയുണ്ട്. അപ്പോൾ അതൊക്കെ ഉണക്കാനിടുന്നതും, പിന്നെ നെല്ല് വെക്കാനുള്ള പാത്രങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അച്ഛൻ പഴയ വർക്ക് ചെയ്തുള്ള ഒരു ഫോട്ടോ, ആ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. ഇൻകം ടാക്സിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണിത് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ഒന്നും താഴെ കൊണ്ടുവന്ന് വെക്കാറില്ല. ഞങ്ങൾ എത്ര പറഞ്ഞു താഴെ കൊണ്ടുവന്ന് വെക്കാൻ, എല്ലാവരും കാണുന്ന പോലെ വെക്കാൻ പറഞ്ഞാൽ കേൾക്കത്തേയില്ല. എവിടെയാണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കേടൊക്കെ വന്നു പോയി. അച്ഛനുള്ള 2 ഫോട്ടോയിലും അച്ഛൻ്റെ ഫേസും പിന്നെ കുറേ ഫേസൊക്കെ ബ്ലറായിപ്പോയി, കേടുവന്നു പോയി. പിന്നെ ഇതാണ് കേട്ടോ അച്ഛൻ. ഇത് വേറൊരു ഫോട്ടോ ആണ്, ഇതിൽ നല്ല ക്ലിയർ ഉണ്ട്, ഇത് കേടുവന്നിട്ടില്ല. ഇതാണ് അച്ഛൻ. അങ്ങനെ താഴെ ഇറങ്ങി സ്റ്റെയർ കേസ് ഇറങ്ങി നേരെ വരുന്നത് ഇത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. ഇത് അച്ഛൻ്റെയും അമ്മമ്മയുടെയും മാത്രം ബെഡ്റൂമാണ്. ഇവിടെയും ചെറിയൊരു ബെഡ്റൂമാണ്. ഇത് മാത്രം ഇപ്പോൾ കറൻ്റ്ലി യൂസിങ് ആയിട്ടുള്ളൂ. അതായത് അച്ഛനും അമ്മമ്മയും ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വേറെ ബെഡ്റൂമിലൊക്കെ കിടക്കാറുണ്ട്. അവിടെ നിന്ന് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതെനിക്ക് കാണിക്കാൻ സമയമില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വ്ളോഗിൽ ഞാൻ എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഡൈനിങ് ഹാളാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി പോകുന്നത് നമ്മളുടെ ഒരു പുറത്തുള്ളൊരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഇത് വിറകടുപ്പ്. അപ്പോൾ പഴയ അമ്മമ്മ ഇപ്പോഴും വെള്ളമൊക്കെ ചൂടാക്കട്ടോ, മേലെ കഴുകാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അതുപോലെ വെള്ളമൊക്കെ ചൂടാക്കുന്നത് അടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഇനിയും പുരാവസ്തുക്കളുണ്ട്, അതെല്ലാം ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. So, thank you for watching. Bye.